കേരള സഭ ചരിത്രത്തിൽ ആദ്യമായി 1 മണിക്കൂർ കൊണ്ട് ബൈബിൾ മുഴുവൻ പകർത്തിയെഴുതി കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിലെ ജനങ്ങൾ. അതിരമ്പുഴ ഫൊറോനയിലെ കോട്ടയ്ക്കപ്പുറം സെന്റ് മാത്യൂസ് ഇടവകയിലെ 1000 പേർ ഒരുമിച്ചിരുന്നാണ് ബൈബിൾ പകർത്തി എഴുതിയത്. വചനത്തിന്റെ വെളിച്ചം എന്നർത്ഥം വരുന്ന മെൽസാദ് നുഹ്റ എന്ന പേരിലാണ് വചനെഴുത്ത് സംഘടിപ്പിച്ചത്. 2025 ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോമിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലിയുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്. അതിനാൽ വചനത്തിന്റെ വർഷം കൂടിയായിട്ടാണ് ആഗോള സാർവത്രിക സഭ 2025 ആഘോഷിക്കുന്നത് എന്ന് ഇടവക വികാരി ഫാദർ സോണി തെക്കുമുറി പറഞ്ഞു. 2025 ആണ്ട് ആഗോള സാർവത്രിക സഭയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാജൂബിലി വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചത്. കർത്താവിൻ്റെ ജനനത്തിൻ്റെ രക്ഷാകരമായ വരവിൻ്റെ 2025 ആണ്ട്. ഈ വർഷത്തെ ഏറ്റവും വലിയ ആഗ്രഹം മാർപ്പാപ്പ പറഞ്ഞത് വിശ്വാസികളെല്ലാം വചനത്തിലേക്ക് തിരികെ പോകണം, വചനത്തിലൊരു വലിയൊരു നവീകരണം ഉണ്ടാകണം. മാർപ്പാപ്പയുടെ ഈ ആഹ്വാനമാണ് ഞങ്ങളുടെ ഇടവകയിൽ ഇങ്ങനൊരു വലിയ സംരംഭത്തിൻ്റെ പ്രചോദനമായിട്ട് മാറിയത്. കഴിഞ്ഞ 2 മാസങ്ങളായി ഇതിനുവേണ്ടി നന്നായിട്ട് ഒരുങ്ങുകയായിരുന്നു. ഏകദേശം 1000 പേരോളം ഈ ഹോളിലും താഴത്തെ ഹോളിലും പള്ളിമേടനും മുൻവശത്തുമൊക്കെ ആയിട്ട് ഏകദേശം 1000 പേര് 1-2 അധ്യായങ്ങൾ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇത് പല പ്രാവശ്യം വായിച്ചൊരുങ്ങി എഴുതിയൊരുങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നതെന്നുള്ളതാണ്. ഇതിനിട്ടിരിക്കുന്ന പേര് മെൽസാദ് നുഹറ, സുറിയാനി വാക്കാണ്. മെൽസ എന്ന വാക്കിൻ്റെ അർത്ഥം വചനം, നുഹറ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം. അപ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് തിരികെ പോകണമെന്നാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സംരംഭത്തിന് മെൽസാദ് നുഹറ എന്ന പേരിട്ടിരിക്കുന്നത്. എല്ലാ പ്രായക്കാരും ഉണ്ട്, പ്രായമായവർ, മുതിർന്നവർ, രോഗികൾ. വീടുകളിലിരുന്നുകൊണ്ട് 250-ലധികം രോഗികൾ വീടുകളിലിരുന്നുകൊണ്ട് ഇന്നലെ വചനം പകർത്തി എഴുതുകയുണ്ടായി.